ദൃശ്യം 3 ഹിന്ദി പതിപ്പിൽ നിന്ന് ബോളിവുഡ് താരം അക്ഷയ് ഖന്ന പിന്മാറിയെന്ന റിപ്പോർട്ടുകൾ. അജയ് ദേവ്ഗൺ നായകനായി എത്തുന്ന ചിത്രത്തിൽ നിന്നും റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് അക്ഷയ് ഖന്നയുടെ പിന്മാറ്റം. മലയാള സിനിമയിൽ വൻ വിജയമായി മാറിയ ക്രൈം ത്രില്ലർ പരമ്പരയാണ് മോഹൻലാൽ നായകനായ ദൃശ്യം ഫ്രാഞ്ചൈസി. പ്രത്യേകിച്ച് മറ്റ് ഭാഷകളിലെ റീമേക്കുകളിലൂടെ ഗ്ലോബൽ പ്രശസ്തി ചിത്രം നേടി. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അജയ് ദേവ്ഗൺ അഭിനയിച്ച ഹിന്ദി പതിപ്പ് ഗണ്യമായ വിജയമായിരുന്നു. അതിന്റെ തുടർഭാഗം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ഹിന്ദിയിലെ 3-ാം ഭാഗം റിലീസ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2026 ഒക്ടോബർ 2-ന് ദൃശ്യം 3 തിയേറ്ററുകളിലെത്തും. ഒറിജിനൽ നിർമ്മാതാക്കളുടെ അനുമതിയില്ലാതെ ഹിന്ദി ടീമിന് അവരുടെ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരു പ്രഖ്യാപനവും നടത്താൻ കഴിയില്ലെന്നിരിക്കെയാണ് ഈ പുതിയ പ്രഖ്യാപനം. അഭിഷേക് പഥക്കാണ് സംവിധാനം. അലോക് ജെയിനും അജിത് അന്ധാരയും ചേർന്നാണ് നിർമ്മാണം. അതേസമയം ദൃശ്യം 3 ഹിന്ദി പതിപ്പിൽ നിന്ന് ബോളിവുഡ് താരം അക്ഷയ് ഖന്ന പിന്മാറിയെന്ന റിപ്പോർട്ടുകൾ. അജയ് ദേവ്ഗൺ നായകനായി എത്തുന്ന ചിത്രത്തിൽ നിന്നും റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അക്ഷയ് ഖന്നയുടെ ഈ പിന്മാറ്റം. ചിത്രത്തിൽ തബു അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രത്തിന്റെ അടുത്ത സുഹൃത്തായ അജിത് തരുൺ ആഹ്ലാദയായാണ് അക്ഷയ് ഖന്ന എത്തിയത്. ദുരന്തറിന്റെ വൻ ബോക്സ് ഓഫീസ് വിജയത്തെ തുടർന്ന് അക്ഷയ് തന്റെ പ്രതിഫലത്തിൽ ഗണ്യമായ വർധനവ് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിഫല തുകയുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളതിനാലാണ് താരം ചിത്രത്തിൽ നിന്ന് പിന്മാറിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. തിരക്കഥയിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.